ലേറ്റസ്റ്റ് ഉണ്ട് ഈ രേണു സുധിയുടെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്തുണ്ട് ഈ ഫിറോസിനെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവനൊരു ഭയങ്കര കള്ളനാണ്, ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണെന്നും പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ തന്നെ. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രേണു സുധിയുണ്ട് ഈ ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും അനുവദിക്കത്തില്ലായിരുന്നു. അച്ഛനായിരുന്നു ഭയങ്കരമായിട്ട് സംസാരവും ഭയങ്കര ചീത്തവിളി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ കാര്യം തന്നെയാണ്. കിച്ചു ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിച്ചു ആ വീട്ടിൽ നിന്ന് മാറിയൊക്കെ താമസിക്കുന്നത്. ഇവരുടെ സംസാരം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. ആ വീട്ടിലുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആൾക്കാർക്ക് വീട് കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടുള്ളൊരു വീട് വേണമെന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഫിറോസ് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ അത് ആ ഫിറോസിന് തന്നെ പണിയാവുന്ന രീതിയിലായി വന്ന് നിൽക്കുന്നത്. കാരണം എന്ന് പറയുന്നത് അയാളെ അത്ര മോശമുള്ള രീതിയിലാണ് അയാളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഭയങ്കര മോശമുള്ള കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് അയാളെ ഭയങ്കരമായിട്ട് നാണം കെടുത്തുകയാണ് ചെയ്തത്. ഇതിന് ശേഷം ഉണ്ട് ഈ ഫിറോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി തൊട്ട് ഞാൻ ആരെയും സഹായിക്കത്തില്ല, അങ്ങനെ സഹായിച്ചതിന് എനിക്ക് ആവശ്യത്തിന് കിട്ടിയെന്നുള്ള രീതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫിറോസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഫിറോസിനുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്ന് ഒരു ആവശ്യവുമില്ല, എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇവർക്കൊരു വീട് വെച്ചൊക്കെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവർ പറയുമ്പോഴല്ല വീട് ഇടിച്ച് നശിപ്പിക്കണം, അല്ലെങ്കിൽ ആ വീട് ഞങ്ങൾക്ക് ഇനി ആവശ്യമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. സോ എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വന്ന വഴി മറക്കരുത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ നമ്മളെ സഹായിച്ചത് അവരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ഇവരുടെ കാര്യത്തിൽ ഇവരങ്ങനെയൊന്നും കേൾക്കുന്ന പോലുമില്ല. അവരെ എപ്പോൾ നോക്കിയാലും ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.